കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പായിപ്ര പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിച്ച UDF പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗ് അംഗം MS അലിയാറാണ് വിജയിച്ചത്. പായിപ്ര പഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണം തിരികെ പിടിച്ച UDF തിങ്കളാഴ്ച പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അംഗം 5ാം വാർഡ് മെമ്പർ MS അലിയാരിന് വിജയം. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിനും പ്രഖ്യാപിക്കുന്നു. LDFിലെ 4ാം വാർഡ് മെമ്പർ EM ഷാജിയെ പരാജയപ്പെടുത്തിയാണ് UDF ഭരണം തിരികെ പിടിച്ചത്. 22 അംഗ ഭരണസമിതിയിൽ കൂടുമാറി LDF പിന്തുണയുടെ പ്രസിഡന്റായ 7ാം വാർഡ് മെമ്പർ PM അസീസിനെ കോടതി അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് 11, LDFന് 10 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. തെരഞ്ഞെടുപ്പിൽ MS അലിയാർ 11 വോട്ടുകളും EM ഷാജി 10 വോട്ടുകളും നേടി. മൂവാറ്റുപുഴ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് MS അലിയാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട MS അലിയാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പടച്ചവന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു. 13 മാസം മുമ്പ് ഇവിടുന്ന് ദുഃഖത്തോട് എല്ലാവരും പോയി. അപ്പോഴും ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ എന്റെ പ്രസിഡന്റായിട്ട് അന്ന് അനുവദിച്ചില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അന്നും ഈ സമയം വരെ ഞാൻ നിന്നത്. എന്നെ ഇതിൽ നിന്ന് തെറ്റിക്കാൻ പലരും പല പ്രകോപനങ്ങളും നൽകി പലരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 10-45 കൊല്ലമായിട്ട് UDF പ്രവർത്തകനാണ്. ഞാനൊരു സ്ഥാനമാനങ്ങൾക്കും അതെന്റെ നേതാക്കന്മാർക്കറിയാം. ഞാനൊരു പ്രാസംഗികനോ ഒരു സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നടക്കുന്ന ഒരാളല്ല. പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഇപ്പം 4.5 കൊല്ലത്തോളം ഞാൻ പഞ്ചായത്തുകളായിട്ട് എൻ്റെ പാർട്ടി പ്രവർത്തിച്ചു. എനിക്ക് എൻ്റെ നേതാക്കന്മാർ തന്ന അംഗീകാരമാണിത്. ഇത് വളരെയധികം ഭംഗിയോടുകൂടി ഇനിയുള്ള കാലയളവിൽ ഞാനും എന്റെ കൂട്ടത്തിലുള്ള 10 മെമ്പർമാരും കൂടി സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. LDFിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്ത MS അലിയാരെ UDF അംഗങ്ങൾ ഷാളണിയിച്ച് സ്വീകരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി, UDF നേതാക്കളായ KM അബ്ദുൾ മജീദ്, KM സലീം, PM അമീർ അലി, സാബു ജോൺ, PA ബഷീർ, അഡ്വക്കേറ്റ് KM ഹസൈനാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പാർട്ടിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് മാത്യൂസ് വർക്കി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് PM അസീസ് കൂടുമാറി LDFിനൊപ്പം ചേർന്നത്. ഇതിനെതിരെ മാത്യൂസ് വർക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പരാതി നൽകിയിരുന്നു. പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത 13 മാസങ്ങൾക്ക് ശേഷമാണ് PM അസീസിനെ കോടതി അയോഗ്യനാക്കിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.